നമസ്കാരം. BM TV ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാദിൻ്റെ കലവറയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, നല്ല ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയറും അതുപോലെ തന്നെ മനസ്സും നിറയുന്നതാണ് നല്ല ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഫുഡിന് പേര് കേട്ടൊരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ വീണ്ടും ഒരു പിറവിയെടുക്കുകയാണ് ഒരു സ്ഥാപനം. അതായത് കേരളത്തിൽ 6 ശാഖകൾ, തിരുവനന്തപുരത്ത് 4ാമത്തത്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 57ലധികം സുന്ദരമായിട്ടുള്ള ശാഖകൾ. ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ഈ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന ഒരു വലിയൊരു ഹോട്ടൽ ശൃംഖല, ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു ഹോട്ടൽ ശൃംഖലയാണ് ആസിഫി എന്ന് പറയുന്ന ഹോട്ടൽ. വേൾഡ് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ശാഖകളുള്ള ഒരു വലിയൊരു ഹോട്ടൽ ശൃംഖല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈഞ്ചക്കൽ ടൗണിനടുത്താണ്. ഈഞ്ചക്കൽ പുതുതായിട്ട് ആസിഫിൻ്റെ ഒരു സ്ഥാപനം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഇതെന്താണ് എൻ്റെ പുറകിൽ ഇത്രയും വലിയ ക്യൂ എന്താണെന്ന് ചോദിക്കും കേട്ടോ. ക്യൂ എന്ന് പറയുന്നത് എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ആ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി ഉച്ച സമയം ഏതാണ്ട് 1 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിനേക്കാളും ഭയങ്കര ക്യൂ ആയിരുന്നു. ആൾക്കാരൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് പോകുന്ന ഒരു സമയം. അപ്പോൾ എന്തായാലും ഈ ആസിഫി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ഒരു സ്ഥാപനം. അപ്പോൾ എല്ലാവരും ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ സ്വാദിൻ്റെ കലവറ ഇവിടെ ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ആസിഫി ഈ ബിരിയാണിയിലൂടെ ഫേമസ് ആയത്, അല്ലെങ്കിൽ ആസിഫി എന്ന് പറയുന്നത് മറ്റുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് മാറ്റം വന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നതും. അതുപോലെ തന്നെ ഇവരുടെ റെസിപ്പി അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക കൂട്ട്, ഇതിൻ്റെ ആ ഒരു എല്ലാ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് സ്വാദിൻ്റെ കലവറ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാദിൻ്റെ കലവറയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്വാദിൻ്റെ കലവറ എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് എത്തിയിരിക്കുന്നത് ആസിഫിയിലാണ്. എന്താ പറയുക, ബിരിയാണിക്കൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനം. നമുക്കറിയാം, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഹോട്ടൽ ശൃംഖലയിൽ തന്നെ മാറ്റങ്ങൾ വരണം. നല്ല ഭക്ഷണം എവിടുന്ന് കൊടുക്കുന്നുണ്ടോ അവിടത്തേക്ക് തീർച്ചയായിട്ടും ദൂര സ്ഥലത്ത് പോലും ഒത്തിരി പേര് വരുമെന്നുള്ളതിൻ്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ ആസിഫിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനു മുമ്പ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവർ അനവധി ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സാർ നമസ്കാരം. ആസിഫിൽ ഫസ്റ്റ് ബിരിയാണി കഴിക്കാൻ വരുന്നത് ആദ്യ പ്രാവശ്യമാണോ, അല്ലെങ്കിൽ മുന്നേ കഴിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ബിരിയാണി? ഇല്ല, ആസിഫ് മുന്നേ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ടേസ്റ്റ്? എങ്ങനെയാണ്? കൊള്ളാം, നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ്. തമിഴ്നാട് ബിരിയാണി ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അതെല്ലേ, അതിനൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ സാധാരണ ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ കൈപുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ബിരിയാണി. ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി, പ്രത്യേകിച്ചും അമ്മമാര് ചേച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സ്വാദ് കിട്ടുന്നുണ്ടോ ഇവിടുത്തെ ബിരിയാണിക്ക്? അതെ, തീർച്ചയായിട്ടും 100% കിട്ടും. പ്രത്യേകത ഉണ്ട്, സ്മോക്കി ഫ്ലേവറാണ്, നല്ല രുചിയാണ്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഇഷ്ടമാണോ? എത്ര ബിരിയാണി ഓർഡർ ചെയ്തു ഇപ്പോൾ? 4 രണ്ടെണ്ണം ഇദ്ദേഹത്തിനാണെന്ന് തോന്നുമല്ലോ. ശരി, അപ്പോൾ ഓർഡർ എടുത്തിരിക്കുകയാണ് അല്ലേ? ഓർഡർ ചെയ്യുക. ശരി, അടിപൊളി. ഓക്കെ. അപ്പോൾ ബിരിയാണിയുടെ ഒരു കലവറ, വലിയൊരു സ്ഥാപനം. എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു ദിവസം തിരുവനന്തപുരത്തിന് സ്വന്തമാകുമ്പോൾ ബിരിയാണിയുടെ പേരിൽ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് ആസിഫി. ആസിഫിയിലെ വിശേഷങ്ങൾ അങ്ങനെ നിരവധി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ക്യൂ ആണ്, എല്ലാ ആൾക്കാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ. ആസിഫിയിലെ ഫുഡ് മുന്നേ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇഷ്ടമുള്ളത് ഏതാണ് ഐറ്റം? ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ. അപ്പോൾ എത്ര ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി? 2 ഓർഡർ ചെയ്തു. ഓക്കെ. വേറെ ആസിഫിന്റെ ബ്രാഞ്ചിൽ വേറെ കഴിച്ചിട്ടുണ്ട്, വേറെ ബ്രാഞ്ചസിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതല്ലേ, അതിൽ നിന്നാണ് സ്വാദ്, ടേസ്റ്റ്, ഒരു വ്യത്യാസം തോന്നുന്നത് എന്താണ്? അവരുടെ ടേസ്റ്റ് തന്നെയാണ് വ്യത്യാസമായിട്ട് തോന്നുന്നത്. പിന്നെ അവരുടെ ചിക്കൻ 65 നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒരേ സ്വരത്തിൽ പറയാനുള്ളതും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ ഒരു സ്വാദിനെ കുറിച്ച് തന്നെയാണ് പറയാൻ. അപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് 4ാമത്തെ ബ്രാഞ്ച് തുറന്നിരിക്കുന്ന ആസിഫിന്റെ ഒരു ദം ഇളക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേരുടെ സ്വാദ് ഒരു കലവറയ്ക്കുള്ളിൽ നിറയ്ക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്കറിയാം. ദം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടില്ലേ എല്ലാവരും? ഓക്കെ, ചലോ കുഴപ്പമില്ല. ഇങ്ങനെയാണ് ദം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ എന്താ പറയാ, അത് കൃത്യമായിട്ട് കാണിച്ചോട്ടെ.
നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. നിരവധി ആൾക്കാർ അവിടെയാണ് ജോലി ചെയ്യുന്നത്. കാരണം ദൂരത്തുനിന്ന് പോലും, ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് പോലും ഈ ആസിഫിയിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓർഡേഴ്സ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ അനവധി ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ ആദ്യം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകും. അതിനുശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മിൻ ലീഫ് ഇട്ട ഒരു വെള്ളമാണ്. നമ്മൾ സാധാരണ മിൻ ലീഫ് എന്ന് പറയുന്നത് ഈ പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ അതൊരു സ്മെല്ല്, പൊതുവേ അതിൻ്റെ ആ വെള്ളമായിട്ട് അത് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. ഇളം ചൂടുവെള്ളമാകുമ്പോൾ അത് ആ സ്മെല്ലിന് കുറച്ചും കൂടി കാഠിന്യം കൂടും. വളരെ സുന്ദരമായിട്ടാണ് അങ്ങനെ ഓരോ ടേബിളും ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ തന്നെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. കണ്ടിടത്തോളം ഇവരുടെ സ്പെഷ്യലാണ്. അത് മറ്റുള്ള ഒരു ഹോട്ടൽസിനും അറിയാത്തൊരു മസാലക്കൂട്ട് ഇവർക്കുണ്ട്. അത് വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. ഇനി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പോവാണ്. തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരും കാത്തിരിക്കും, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ആസിഫി ബിരിയാണിയുടെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ കൂട്ട്, ഇവരുടെ ഒരു ഓൺ കൂട്ടായിട്ടാണ് അങ്ങനെ ബിരിയാണി ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ കാര്യങ്ങൾ പറയാം. ബിരിയാണി ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുധീഷ് സാർ നമ്മളോടൊപ്പം ചേരുകയാണ്, മാനേജർ. സുധീഷ് സാർ, വെൽക്കം. സുഖമായിരിക്കുന്നു. നമസ്കാരം. ആ ചിരിയെല്ലാം ഉണ്ട്. ഹാപ്പി, എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഹാപ്പിയാണ്. നമ്മുടെ നാലാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിരിക്കും. ഇന്നലെ ഇന്നായിട്ട് ഓഫേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിരിയാണി വാങ്ങിച്ചാൽ ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ബിരിയാണി ഏതൊക്കെയാണ്? നമുക്കിപ്പോ ഇവിടെ ഉള്ളത് മട്ടൺ ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ ചിക്കൻ 65 ബിരിയാണി ഉണ്ട്. ശരി. ഈ തിരുവനന്തപുരംകാര് കൂടുതലായിട്ടും അറിയാലോ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. തിരുവനന്തപുരംകാർ കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്ന ബിരിയാണി ഏതാണ്? മട്ടനാണോ 65 ആണോ ചിക്കൻ? നമ്മുടെ കാര്യം വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരു ശൈലിയുണ്ട് ഓൾറെഡി ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് ട്രൈ ഒരു ഐറ്റം ആണ്. ശരി ശരി. നമ്മുടെ ഈ ബിരിയാണി തമിഴ്നാട് ബിരിയാണി എന്ന് പറയുമെങ്കിലും സാധാരണ തമിഴ്നാട് ബിരിയാണി പോലെ അല്ല. നമ്മുടെ സ്പൈസസും റൈസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ടേസ്റ്റ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ബിരിയാണി ഒരാൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി നമ്മളോട്ട് വിട്ടു പോകില്ല. എപ്പോഴും യാത്രകളിലാണ് നമ്മൾ പുതിയ പുതിയ സൗന്ദര്യങ്ങൾ കാണുന്നതും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും പുതിയ പുതിയ രുചികൾ അറിയുന്നതും യാത്രകളിലാണ്. സുധീഷ് സാർ എപ്പോഴെങ്കിലും യാത്രകളിൽ ഇതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ ടേസ്റ്റി എന്ന് തോന്നിയ ഒരു ഫുഡിൻ്റെ ഒരു കൺസെപ്റ്റുള്ള സ്ഥലം ഏതാണ്? ആക്ച്വലി നമ്മൾ ഈ സ്റ്റോറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ട്രാവൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് 48ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മൾ അവിടെ കിട്ടുന്ന ബെസ്റ്റ് ബിരിയാണി നമ്മൾ ട്രൈ ചെയ്യും. മറ്റു സ്ഥലം നമ്മൾ ട്രൈ ചെയ്യും. കാരണം നമുക്കത് അറിയണം, നമുക്ക് എന്തുകൊണ്ട് എത്രത്തോളം നമ്മുടെ ബിരിയാണി ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ബിരിയാണികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റിയോ സർവീസോ അല്ലെങ്കിൽ ഫുഡോ നമുക്ക് എന്ത് തന്നാലും നമുക്ക് അവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ. ഈ ആസിഫി ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണിയുടെ അവസാന വാക്കാണെന്ന് പറയുന്നത് ഉറപ്പാണ്. നമ്മുടെ എല്ലാവരും ഒരു ബിരിയാണി ഒരിക്കണം പുതുതായിട്ടുണ്ടാവും. ഈ ബിരിയാണിയിൽ ഈ 3 ഐറ്റമാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ബിരിയാണിയിൽ നമുക്ക് മട്ടൺ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി, ഞാൻ പറഞ്ഞ 65 ബിരിയാണി, പിന്നെ നമ്മുടെ തന്നെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, ചിക്കൻ മുഗളായി ബിരിയാണി എന്നാണ് എൻ്റെ പേര്. ആസിഫിന്റെ സ്പെഷ്യൽ മുഗളായി ബിരിയാണി അതെന്ന് വെച്ചാൽ ചിക്കന്റെ മുഗളായി എന്ന് പറയുന്ന മസാല, സ്പെഷ്യൽ മസാല നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് സ്പൈസസ്, നട്ട്സ്, അങ്ങനെ കുറച്ച് നമ്മുടെ കുറച്ച് രഹസ്യ കൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൂട്ടിയിട്ട് അതിന്റെ ചിക്കനുണ്ട് മട്ടനുണ്ട്, ചിക്കൻ മുഗളായും മട്ടൺ മുഗളായി. അപ്പൊ അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുമാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മൾ ആദ്യം വരുന്ന കസ്റ്റമർ ഇപ്പോൾ 2 പേര് ഇരിക്കുകയും നമ്മൾ കസ്റ്റമർ സജസ്റ്റ് ചെയ്യും, സാർ ഒരു ചിക്കനും ഒരു മുഗളായും ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മട്ടൺ മുകളാണ്. അത് മട്ടനുമുണ്ട്
ചിക്കനുണ്ട്. ശരി ശരി. ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാചക കൂട്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? കൂട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൂട്ടെന്തായാലും പറഞ്ഞു തരില്ല എന്ന് അറിയാം. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബിരിയാണി പേഴ്സൺ, ഒരു ഷെഫിനെ വിളിച്ച് നമ്മുടേതായ കൂട്ടുകൾ കൊടുത്ത് നമ്മളൊരു 3 മാസം ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പരിശീലനം എടുത്ത് നമ്മുടെ MD നേരിട്ട് വന്ന് പുള്ളി അത് ചെക്ക് ചെയ്ത് നോക്കി ബിരിയാണിയുടെ ടേസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പോൾ അതുവരെ 3 മാസത്തെ ട്രെയിനിങ്, നല്ല ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ കറക്റ്റ് ചേരുവകൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് അതിന്റെ കൃത്യമായ അളവുകളെല്ലാം പറഞ്ഞു സാറ് കഴിച്ച് ബോധ്യപ്പെടുന്നു. എന്നാൽ മാത്രമേ ആ ഒരു ബിരിയാണി മാസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തിറക്കുള്ളൂ. ഈ രുചി എന്ന് പറയുന്ന വാക്കിന് അവസാനമില്ലാന്ന് പൊതുവെ പറയാം. എങ്ങനെ എവിടെ പോയി കഴിഞ്ഞാൽ, ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും രുചിക്ക് അവസാനം. പ്രത്യേകിച്ച് നമുക്ക് സാറിനെന്ന് പറഞ്ഞാൽ സാറിന് ബിരിയാണി കഴിക്കുന്ന കസ്റ്റമറിന് മനസ്സ് നിറയണം. സാറ് മാത്രം മനസ്സുകൂടെ നിറയണം. സാറ് പറഞ്ഞു ഇനിയും കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും, കുറച്ചുകൂടെ നന്നാക്കാൻ. നമ്മുടെ സ്റ്റാഫ് അതിനു വേണ്ടി നമ്മളെ കൊണ്ട് എത്രത്തോളം. ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ? ടോട്ടലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ബക്കറ്റ് ബിരിയാണി ടോട്ടൽ എത്ര സ്റ്റാഫ്? അത് എണ്ണം ഒന്നും പറയാൻ. ശരി, ഓക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബക്കറ്റ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ബക്കറ്റ് ബിരിയാണി നമുക്ക് ലാർജ് ബക്കറ്റ് ഉണ്ട്, മീഡിയം ബക്കറ്റ് ഉണ്ട്. ലാർജ് ബക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാർ 5-10 പേര് വരെയാണെങ്കിൽ 10 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ലാർജ് ബക്കറ്റ്. അപ്പൊ അതിൽ 20 പീസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് 20 പീസ് ഉണ്ടാവും. നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. റൈസിന്റെ ക്വാണ്ടിറ്റി 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഓൾറെഡി നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ചിക്കൻ ബിരിയാണി മേടിക്കുന്നതും 10 എണ്ണം മേടിക്കുന്നതും ബക്കറ്റ് മേടിക്കുന്നതും തികച്ചും വില ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടീമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു 10-20 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ്? നമുക്കുണ്ട്. നമ്മുടെ പട്ടം ബ്രാഞ്ചിലാണെങ്കിൽ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി ഉണ്ട്. പട്ടം ബ്രാഞ്ചിലാണെങ്കിൽ നമുക്ക് അപ് ടു 45% നമ്മൾ ചെറിയ ബർത്ത്ഡേ പാർട്ടീസ്, ഫംഗ്ഷൻസ്, ആനിവേഴ്സറീസ് അതൊക്കെ നടത്താൻ സൗകര്യം പട്ടം ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലുണ്ട്. 45-50 പേരൊക്കെ നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ ഓൾറെഡി ചെയ്ത് വരുന്നുണ്ട്. നിലവിൽ ഇവിടെ ഈ ഈഞ്ചക്കൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫാമിലീസ് മാത്രമുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈഞ്ചക്കൽ നമ്മൾ ഇപ്പോൾ ഫാമിലി നമുക്ക് പാർട്ടീസ് ഒന്നും ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് ഡൈനിങ് ടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പട്ടം ബ്രാഞ്ചിലാണ് ഈ പറഞ്ഞ കണക്കിൽ നമുക്ക് ഇനിയും ബിരിയാണിയുടെ വെറൈറ്റി ഉണ്ട്. തന്തൂരി ബിരിയാണി ഉണ്ട്, ടിക്ക ബിരിയാണി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കയറി വരും. ഇവിടെ നമുക്ക് ബേസിക് ബിരിയാണീസ് മാത്രമേ. പട്ടം ബ്രാഞ്ചിലാണ് നമ്മൾ ഫുൾ മെനു ഉള്ളത്. പട്ടം ബ്രാഞ്ചിലാണ്. ഇനിയിപ്പം വരാൻ പോകുന്നത് ഒരു ഓണം കാലഘട്ടമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. മലയാളികളുടെ ഒക്കെ ഈ ഒരു ഓണ സദ്യ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ മാറി. ഇപ്പൊ ശരിക്കും ഓണ ദിവസം പോലും ബിരിയാണി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഓണത്തിന് നമ്മള് സെയില് നമ്മൾ അതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അന്ന് തന്നെ ആയിരിക്കും കഴിക്കാൻ പോകുന്നത് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് അവധി ദിവസങ്ങൾ തന്നെ പറയണ്ട. പിന്നെ ഹോളിഡേസ് ആകുമ്പോൾ പീക്കാണ്. ഒന്നും പറയാം. ഇത് കണ്ടുട്ടോ, ഈ ഉദ്ഘാടനം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആള് കാണും. സത്യം പറഞ്ഞാല് ഇത്രയും പേര് വന്നിരിക്കും, നമുക്ക് ആ ടൈമിങ്ങിന് കൊടുക്കാൻ പറ്റില്ലെന്ന ഒരു വിഷമേ ഉള്ളൂ. കസ്റ്റമേഴ്സ് കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ അത്രയും മനസ്സിലാവാതെ. അല്ല, കാരണം ഫാമിലിയായിട്ട് വരുന്നവർ ഈ സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഹോട്ടലുകളിൽ മക്കളെയും കൂട്ടി വരുന്ന സമയത്ത് മക്കളുടെ ഒരു ഇഷ്ടമാണ് കൂടുതലായിട്ട് മാതാപിതാക്കൾ നോക്കുന്നത്. നമുക്കൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അവർക്ക് നമ്മുടെ തിരക്കും നമ്മുടെ ഇഷ്യൂ ഒക്കെ അവർക്ക് അറിയാം. സാർ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളെ പേര് വിളിച്ച് കയറി വരുന്ന കസ്റ്റമർ ഒരുപാടുണ്ട്. അപ്പോൾ സാർ 5 മിനിറ്റ് 10 മിനിറ്റ് കുഴപ്പമില്ല കഴിയട്ടെ എന്ന് പറഞ്ഞ് അവരിയ്ക്കുന്നു. നമ്മൾ പിന്നെ ഓർഡർ എടുക്കുന്നവർ ഓക്കെയാണ്. അവരെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അടിപൊളി. ശരി. പിന്നെ നമ്മുടെ ഒരുപാട് ഹിന്ദി സഹോദരങ്ങളൊക്കെ ഉള്ളിൽ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കാം. ചില്ലി ഉണ്ട്, അതുപോലെ തന്നെ മട്ടൺ ഉണ്ട്, ചിക്കൻ ബിരിയാണി. നമുക്ക് ആദ്യം റൈസ് ഒന്ന് ചെറിയ രീതിയിലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൈസിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കാര്യങ്ങളൊന്നും നമ്മൾ ബസ്മതി ഇന്ത്യക്ക് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ മസാലയിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ്. ഫ്ലേവറിന്റെ വ്യത്യാസമുള്ളൂ. ഇത് സെയിം തന്നെയാണ്. ഇതേ റൈസ് തന്നെയാണ് ഇതും. നമ്മൾ ചിക്കന്റെ ഫ്രൈഡ് പോർഷൻ വെക്കുന്നത് വരുന്നു. അത് 65 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും 65 കിട്ടും. നമ്മുടെ 65 അങ്ങനത്തെ നോർമൽ 65 അല്ല. നമ്മുടെ സ്പെഷ്യൽ മസാലയുള്ള 65 ആണ്. ഈ ഫ്രൈഡ് പോർഷൻ വേറെ ഒരു കടയിലും ഈ ടേസ്റ്റിൽ കിട്ടത്തില്ല. നമ്മുടെ ബിരിയാണി പോലെയാണ്. അതും യുണീക്കാണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ പറയും പുല്ലുമുട്ടായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ വായിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോകുന്ന, ചവക്കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ്. ചിക്കൻ സൂപ്പർ, അടിപൊളി കേട്ടോ.
അടിപൊളിയാണ്, സൂപ്പറാണ്. ആ എരിവും ഒരു പാകത്തിലുള്ള എരിവും. ചിക്കൻ പീസ് കഴിച്ച് തരാം, കുറച്ചുകൂടെ നല്ല ഫ്ലഷിയാണ് ചിക്കൻ. നമ്മുടെ സെയിം തന്നെയാണ്. ഇതിപ്പോൾ ഒരു ചില്ലി എടുത്ത് പ്ലേറ്റിൽ വെച്ച് ഓക്കെ അല്ലേ? ഓ സൂപ്പറാണ്. ഓ അടിപൊളി. 65 കിട്ടും, നമുക്ക് എല്ലാവരും കിട്ടും, പക്ഷേ ഇതുപോലെ കിട്ടത്തില്ല. കിട്ടത്തില്ല. ആ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ ആ ടേസ്റ്റ് ഉണ്ടാകുന്ന വ്യത്യാസം. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും കൊതിച്ചിരിക്കും കേട്ടോ, കാണുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ തിളച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടേസ്റ്റിലൊക്കെ സ്പൈസസ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ഞാൻ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4-5 നിർത്തരുത്, 40-50 ആവണം ഉറപ്പായിട്ട്. ഓക്കെ ഓക്കെ, സന്തോഷം. VMTV ചാനലിൽ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് നമ്മുടെ സ്വാതിൻ്റെ കലവറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആസിഫി ബിരിയാണി എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ അല്ലെങ്കിൽ ഒരു ബിരിയാണി കൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ റെസിപ്പി അല്ലെങ്കിൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ്, അതിൻ്റെ പാചകം എല്ലാമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴെങ്കിലും സംസാരത്തിൽ ഇത്ര ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ടേസ്റ്റ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അത് ആസ്വദിക്കണമെങ്കിൽ ആ ടേസ്റ്റ് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 4 ഔട്ട്ലെറ്റ്, കേരളത്തിൽ 6, ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ആസിഫി ബിരിയാണിയുടെ വിശേഷങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ രുചിയെ ഇഷ്ടമുള്ളവർക്ക് ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് ആസിഫി ബിരിയാണി തിരുവനന്തപുരം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ആഘോഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.